നമ്മളിന്നൊരു ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 3100 സ്ക്വയർ ഫീറ്റുള്ള വൈറ്റ് ആൻഡ് വുഡൻ ബേസിൽ ചെയ്ത ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഹായ്, ഹബീബാണ് പെരിന്തൽമണ്ണ KMTന്ന്. നമ്മളിന്നൊരു ഹോം ടൂറാണ് ചെയ്യാൻ പോണത്. ഈ വീട് ഏകദേശം 3100 സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ ബേസിൽ ചെയ്തൊരു വീടാണ്. നമ്മൾ ഈ ലൊക്കേഷൻ വരുന്നത് കരിങ്ങനാടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളൊന്ന് നമുക്കൊന്ന് കാണാം. ഈ വീട്ടിൽ ടൈല് ചെയ്തിട്ടുള്ളത് 15 mm കളർ ബോഡി കജാരിയുടെ പ്രൊഡക്റ്റാണ്. 6x4 ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ആർക്കിടെക്റ്റ് ജാബിറും ആർക്കിടെക്റ്റ് നെഹലയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കൂടുതൽ അവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവരാണ് ഈ വീട് ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിട്ടുള്ളത്, ജാബിർ ബായും പിന്നെ ആർക്കിടെക്റ്റ് നെഹലയും. അപ്പോൾ ഇവരെ ഫേമിൻ്റെ പേര് ബ്രിക്സ് ആർക്കിടെക്ട്സ് ആണ്. പെരിന്തൽമണ്ണയാണ് ഇവരെ ഓഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ വിശേഷങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഫസ്റ്റ് ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് വീട് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റും ഒരു വുഡൻ ബേസ് തീമിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം? വൈറ്റും വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുണീക്കാണ്. എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്തൊരു തീമാണ് വൈറ്റും വുഡ്. ബാക്കി നമ്മൾ പല കളേഴ്സ് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കളറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഔട്ട് ആവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ അതിന്ന് മടുപ്പ് വരാത്ത രീതിയിൽ എപ്പോഴും ഒരു യുണീക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വുഡ് എന്നുള്ളത്. അതാവുമ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിപ്പോൾ ബെഡ്റൂംസ് ആണെങ്കിലും അതേപോലെ ലിവിങ്സ് ആണെങ്കിലും ചെറിയ ചെറിയ എലമെൻറ്റ്സ് ആണ് നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത്. അത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. അതല്ലാതെ നമ്മൾ വാളിലോ മറ്റേ സീലിങ്ങിലൊക്കെ നമ്മൾ വേറെ കളേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതായത് ബെഡ്റൂംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിതിൽ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോൾ ഈ വുഡും വൈറ്റും ചെയ്യുമ്പോൾ വുഡ് ഞാൻ മനസ്സിലാക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് കോസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കൂടണ ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഒരു ബാരിയർ ആയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീലിംഗിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വുഡൻ ഒരു തീമാണ്. അപ്പോൾ നമ്മൾ സീലിംഗിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വെച്ചാൽ അത് പോളിഷാണ്, ജിപ്സം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വുഡല്ല ശരിക്കും പോളിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓഹോ, അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് കോസ്റ്റും കുറയും, മെയിൻ്റെനൻസും കുറയും. ഓക്കെ, അപ്പോൾ ഇനി ചെതല് പിടിക്കണ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അതിൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പ്ലൈവുഡ് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല പ്ലൈവുഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് കൂടും. സ്ട്രക്ചർ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രെയിംവർക്കൊക്കെ കോസ്റ്റ് കൂടും. പ്ലൈവുഡ് ആകുമ്പോൾ ജിപ്സ് ആകുമ്പോൾ കുറയും. അത് ശരി, മൊത്തത്തിൽ തന്നെ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ജിപ്സ് ആണെങ്കിൽ. അത് ശരി. നമ്മുടെ ക്ലയന്റിന്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഔട്ട് ആവരുത് ഡിസൈൻ. ഓക്കെ, കാലാകാലം നിലനിൽക്കുന്ന ഒരു ഡ്രസ്സ്, അതും മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലോട്ട് ഇപ്പോൾ ഈ വുഡനും പിന്നെ അതുപോലെ ജിപ്സം ഇതിലോട്ടൊക്കെ പോകാൻ കാരണം കൂടുതൽ വർക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കേർവ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കോക്ക് ടൈപ്പ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സീലിംഗ് കിട്ടുന്നത്. ഒരു പഞ്ചിങ് മാത്രമാണ് നമ്മൾ സീലിങ്ങിലൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ലൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ ഒന്നുകൂടി ഒരു ഇൻറ്റീരിയറിലോട്ട് ഭംഗി ഒന്നും കൂടി കൂടും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു വാൾ സ്പേസ് ഫുള്ള് മിററാണ് ഒരു കാണുന്നത്. അത് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ സ്പേസിനെ മാക്സിമം വലിയ സൈസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ സ്പേസിൽ തന്നെ ഒന്നും കൂടി സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇൻറ്റീരിയറിൽ അതൊരു പോയിൻ്റായിട്ട് നമുക്ക് പറയാം. ഏതൊരു കൺജഷൻ സ്പേസും നമുക്കത് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിറർ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡബിളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എത്ര ചെറിയ കുഞ്ഞു സ്പേസ് ആണെങ്കിലും അതിനെ നമുക്ക് ഒന്നും കൂടി ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവിടെ ഫുള്ളായിട്ട് മിറർ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരെ വീട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മളൊരു നമ്മളൊരു സ്റ്റെയറും പിന്നെ ഒരു ഹൈലൈറ്റ് വോളുമാണ് നമ്മൾ കാണുന്നത്. അതെന്താണത് ശരിക്കും ഞാൻ പൊതുവെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു വാഷ് ബേസിൻ്റെ അവിടെയൊക്കെയാണ് ഹൈലൈറ്റ് വോള് കണ്ടിട്ടുള്ളത്. അത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ്, പക്ഷെ അതൊരു ഹിഡൻ ടോയ്ലറ്റ് ആണ്. ഇതെങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഇത് ഫുള്ള് മൾട്ടിവുഡ് ആണ് സംഗതി. ഓക്കെ. അതിൽ നമ്മൾ ഇതേപോലെ ശരി. അല്ല, ഇതുകൊണ്ട് എന്താ വെച്ചാൽ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റ് കാണുമ്പോൾ ഒരു അഭംഗിയാണ്. ഇത് ശരിക്കും ഒരിക്കലും നിങ്ങൾ പറയാതെ ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. ഇത് നമുക്കൊരു എന്താ പറയുക ടോയ്ലറ്റ് ആണെന്ന് ഒരിക്കലും ഇത് മനസ്സിലാവും. ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ക്ലൈന്റ് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു, നമുക്ക് ഇന്റീരിയർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ ഫസ്റ്റ് തിങ് പറഞ്ഞ എന്താ വെച്ചാല് ഈ ടോയ്ലറ്റ് ഒരിക്കലും അറിയരുത്. അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോഴും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ അവര് ചെയ്യുമെന്നുള്ളത്. പക്ഷെ അവര് ഫൈനൽ ഔട്ട്ലുക്ക് കണ്ടപ്പോൾ അവര് പറഞ്ഞു അവര് നല്ല ഹാപ്പി ആയി. കാരണം ആ ഒരു ഹിഡൻ ടോയ്ലറ്റ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം സ്പ്രേ റൂം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരു യൂണിറ്റ് ആയിട്ട്. അപ്പൊ സാധാരണ നമ്മള് ഈ വാഷ് ഏരിയ ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വാഷ് ഏരിയയും സ്പ്രേയും കോമൺ ടോയ്ലറ്റും നമ്മള് ഹൈലൈറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് വൈറ്റ് തീമിൽ തന്നെ ആയത് കാരണം കമ്പാരിറ്റീവ്ലി സ്പേസും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതിന് ഇവിടെ ഡാർക്ക് തീം കൊടുക്കാൻ കഴിയും. നമ്മൾ വാഷിനോട് ഡാർക്ക് കൊടുക്കാം. നമ്മളിവിടെ വൈറ്റ് യൂസ് ചെയ്യും കാരണം ഒന്നും കൂടി സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. വൈറ്റിന് എപ്പോഴും ഒരു സ്പേസ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോർ ആയാലും ഒക്കെ വൈറ്റ്. ഡാർക്ക് തീം പോകുമ്പോ ഒരു കൺജഷൻ ഫീല് വരും. ഇവിടെ നമ്മള് ഡാർക്ക് ഇപ്പൊ ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ വാഷ് ഏരിയയിലൊക്കെ ഡാർക്ക് തീമാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് വൈറ്റ് ആവാൻ കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആ സ്പേസിനെ നമ്മൾ മാക്സിമം എങ്ങനെ ലൈറ്റിംഗ് എഫക്റ്റ് കൊടുത്തിട്ട് എങ്ങനെ ഡബിൾ ആക്കാം എന്നുള്ളത് വൈറ്റ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ആയിട്ട്. അത് കാരണമാണ് വൈറ്റ് ഒരു ഗോൾഡൻ ടച്ച് വരുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ അവിടെ കണ്ടത്. നേരെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിറർ യൂണിറ്റ് അത് സീറ്റിംഗ് സ്പേസ് മാത്രമൊന്നുമില്ല അല്ലേ, നമുക്കിതിൽ സ്ഥലം ഒരു തുള്ളി പോലെ നമുക്കിതിൽ ഇവിടെ നഷ്ടമായിട്ടില്ല. അതുണ്ടോ ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ആണ്. അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് എങ്ങനെ ഒരു ചെറിയ സ്പേസിൽ നമുക്കൊരു തുള്ളി പോലും എന്താ പറയുക വേസ്റ്റേജ് ഇല്ലാതെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വെച്ചാൽ മെയിൻ ഒരു സെൻട്രൽ ആക്സസ് ആണ് ഇത് വരുന്നത്, മെയിൻ ഹാളിൻ്റെ. അപ്പോൾ അതിന് സ്പ്ലിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ അല്ലാതെ എങ്ങനെ നമ്മുടെ ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ അപ്പോൾ അതിന് നമ്മൾ ഒരു പ്ലൈവുഡ് വർക്കിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടാണ് ഒരു സെപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ഫാമിലി സീറ്റിങ്ങും നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയിലും ഇത് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണല്ലേ, ടേബിള് ചെയ്തിട്ടുള്ളത് ഫുള്ള് സംഗതി G7. ഇത് നമ്മൾ കസ്റ്റമൈഡ് ആണോ അതോ കസ്റ്റമൈഡ് ആണോ? ഒക്കെ ഇവിടുന്ന് ചെയ്തതാണ്, സൈസ് എടുത്തിട്ട്. ശരി. പിന്നെ അതുപോലെ ഇവിടെ ഒരു വലിയൊരു വാളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഈ ഒരു വാള്. ഓക്കെ, ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഭംഗി ഉണ്ടാവുക. അതെ 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 ശരി. ഓക്കെ 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 ഓ ഓക്കെ. ആ ഹാ ഹാ. ഓക്കെ 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 ശരി 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 ശരി. ഓക്കെ 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 ഓക്കെ. കുറേ ഹിഡൻ സംഗതികൾ ചെയ്തിട്ടുണ്ടല്ലേ വീട്ടിൽ. നമുക്ക് ഇനി കിച്ചണും ഒന്ന് നോക്കിയാൽ
കിച്ചന്റെ ടോപ്പും വരുന്നത് ഇത് തന്നെയാണല്ലേ, നാനോ വൈറ്റ് തന്നെയാണല്ലേ ഇത് വരുന്നത് സംഗതി. ഇതല്ലേ മറ്റേ എന്താണ് ഇൻഡക്ഷൻ ടൈപ്പ് ആണല്ലേ, ഗ്യാസിന് പകരം ഇൻഡക്ഷൻ ആണല്ലേ. ഓക്കെ 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 പിന്നെ നമ്മൾ ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എല്ലാ കസ്റ്റമേഴ്സും റിക്വയർമെന്റ് ഡിഷ് വാഷർ ആണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ അതെ 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 ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അതെ അതെ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അതെ അതെ പക്ഷെ ഇതിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം എനിക്ക് ഒരു കാര്യം പറയാനുള്ള വെച്ചാല് നമ്മുടെ ഡിഷ് വാഷറിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്. അതെ, എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഏജ് ആവുമ്പോൾ നമുക്ക് ഡിഷ് വാഷർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. അപ്പൊ അത് ഓൾറെഡി നമ്മൾ പ്രീ പ്ലാൻ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇതിന് കുറെ ഇൻഡക്ഷൻ ആയപ്പോഴും പ്രീ പ്ലാൻഡ് ആയാലും ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെന്താ അറിയോ, ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇൻഡക്ഷൻ ശരിക്കും ഇൻഡക്ഷൻ അല്ല, നമ്മൾ ഈ ഇതുണ്ടല്ലോ എന്താ ഡിഷ് വാഷർ ശരിക്കും സിങ്കിന്റെ തൊട്ടടുത്ത് കൊടുക്കണം. കാരണം എൻ്റെ വീട്ടിൽ ഡിഷ് വാഷർ ഉണ്ട്, പക്ഷെ ഈ സിങ്കിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഡിഷ് വാഷർ ഉണ്ട്. അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബേസിക് ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മള് ഡിഷ് വാഷറിൽ വെക്കുന്നത്. അത് ശരിക്കും എപ്പോഴും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സംഗതി. കാരണം ഞാനൊക്കെ എനിക്കാണ് ഒരു 7-8 കൊല്ലം മുന്നെയാണ് അത് ചെയ്തത്. അന്നൊന്നും ഇപ്പൊ ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല. ചെയ്യാൻ ചെയ്യുകയും ചെയ്തു, പക്ഷെ ഈ സിങ്കിന്റെ അടുത്തല്ലാത്തത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യണില്ല. ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും അടുത്ത് വേണ്ടത്. അതെ, സിങ്ക് അടുത്തായിരിക്കണം ഡിഷ് വാഷർ. അതെ അതെ, കാരണം ഒരു ബേസിക് ക്ലീനിങ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മള് ഡിഷ് വാഷറിലോട്ട് വെക്കുക. അത് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ. പിന്നെ ഇതിന്റെ ഹൈറ്റിന് പ്രശ്നം വരുന്നുണ്ട്. ഹൈറ്റ് 85 സെന്റിമീറ്റർ ആണ്. അത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ്. എല്ലാ ഡിഷ് വാഷറിന്റെ ഹൈറ്റ് 85 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അധികം ഹൈറ്റ് ഇല്ലാത്തതാണ് ലേഡീസ്. അപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വെച്ചാൽ 80 to 85 വരെയാണ് നമ്മുടെ സ്ലാബ് ഹൈറ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ 85 വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൗണ്ടർ ഹൈറ്റ് കൂട്ടണം. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഏരിയ ഇതിനായിട്ട് വേറെ ചെയ്ത് അവിടെ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട്. അതായത് സെപ്പറേറ്റ് ഒരു ഡിഷ് വാഷറിന്റെ സെപ്പറേറ്റ് യൂണിറ്റ് കൊടുക്കും. അവിടെയാണ് നമ്മൾ സ്ലാബ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യണം. അതിന് നല്ലത് ഇതുപോലെ കോമൺ ആയിട്ട് മൊത്തം ഇത് എത്ര 90 ആണോ കൊടുത്തത്? അപ്പൊ അതൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യണം. അത് ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം ക്ലയന്റ് അത് കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിന്റെ പൊസിഷൻ മാറ്റും. ഇവിടെ അവർക്ക് അത് പ്രശ്നമല്ല. അപ്പൊ അത് കാരണം നമ്മള് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ആൾക്കാരും എല്ലാ ലേഡീസിനും ഇത് ഈ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കൂടുതലല്ലേ, അങ്ങനെ 80 to 85 ആണ് നമ്മുടെ ഇവിടെ നോർമലി പറയുന്നത്. അപ്പൊ അതിന്ന് എൻ്റർലി ഡിഫറെന്റ് ആണ്. 90 ആവുമ്പോൾ നമുക്ക് 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് എഫക്ട് സ്ലാബിൽ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, അവർക്ക് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ഹൈറ്റ് ഒന്നും മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ താഴെ വരുന്നത് 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ബെഡ്റൂമിൽ തന്നെ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കോർണറിൽ ഇത് ടൈലാണല്ലേ ചെയ്തിട്ടുള്ളത്, ഈ സംഗതിയില്ലേ കജാരിയുടെ ടൈലല്ലേ. ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ കൊടുക്കണോണ്ട് എന്തെങ്കിലും ഇതുണ്ടോ, അഡ്വാൻറ്റേജ് ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ കോർണറിൽ ചെയ്യുമ്പോൾ ഓക്കെ 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 ഓക്കെ. നമുക്ക് ഇനി അപ്സ്റ്റെയറും കൂടി ഒന്ന് കാണാം. നമ്മളിവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് വുഡനാണല്ലേ ഫുള്ള്? ഓക്കെ അതേപോലെ അതുപോലെ ഇത് മെറ്റലാണ്. ഇത് കുറച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതിരിയല്ലേ, ഇത് പുറത്തുനിന്നല്ലേ ഇതിന്റെ ഇത്? ഓക്കെ 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 ഓക്കെ. പുറത്തുനിന്ന് ചെയ്യണത് അല്ലേ? അപ്പോൾ പണി കുറച്ച് കൂടുണ്ടാവില്ലേ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ? സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ചെയ്യണം. അതെന്താ കാരണം? വെൽഡിങ് ചെയ്യുമ്പോൾ ടൈലുമ്പോൾ നാശാവാൻ ചാൻസ്. ഇത് വരാം. ഓക്കെ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ലിവിങ് ഏരിയ ആണല്ലേ.
ഓക്കെ. ഇവിടെ എത്ര ബെഡ്റൂമാണ് വരണേ? മുകളിൽ 2, താഴെ 2, മൊത്തം 4 ബെഡ്റൂം അല്ലേ? ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? ഓക്കെ. അപ്പം ഇത് ശരി ശരി ശരി. ഓക്കെ. ആ ഇവിടെ നമ്മൾ ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഇതല്ലേ മാസ്റ്റർ ബെഡ്റൂം? ഇതിലും ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കോർണറിലല്ലേ? കോർണറാകുമ്പോൾ ആ വ്യൂ കറക്റ്റ് ആയിട്ട് കിട്ടും. അത് ശരി. ഇതിപ്പോഴത്തെ ഒരു മോഡലാണ് തോന്നുന്നില്ല ഇങ്ങനെ ഈ കോർണറിൽ കൊടുക്കുന്നത് അല്ലേ? ഞാനത് വേറെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് സംഗതി, ഇങ്ങനെ ഈ കോർണറിൽ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഇതാണോ ട്രെൻഡ്? തുണിയാണോ ട്രെൻഡ്? ഇത് ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ആണ്. റോമനിലെ റോമൻ കർട്ടൻസിൽ ബ്ലാക്ക് ഔട്ട് ആണ്. ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ തീരെ കാണൂല. ഉള്ളിന്ന് വെളിച്ചിട്ടാലും പുറത്തോട്ട് കാണുന്നില്ല. പുറത്തത്തെ സൂര്യപ്രകാശം ഉള്ളിലോട്ട് തീരെ അങ്ങോട്ട് വരും. അവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാവില്ല. സമയത്ത് ഉള്ളിൽ ചൂടടിക്കില്ല. പിന്നെ രാത്രിയാണെങ്കിലും തന്നെ നമുക്ക് പ്രൈവസി കൂടും. സാധാരണ നോർമൽ കർട്ടൻസ് പുറത്തു നോക്കുമ്പോൾ ലൈറ്റ് കാണും. ഇത് തീരെ കാണും. ഇപ്പതാണോ ട്രെൻഡ്? ബ്ലാക്ക് ഔട്ട് ആണ്. ഇപ്പത്തെ ട്രെൻഡ്. ശരി ശരി. അത് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാല് പുറത്തേക്ക് തീരെ ലൈറ്റ് ഉണ്ടാവില്ല. പക്ഷെ അത് വേറെ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും നോക്കുമ്പോ വീട്ടിൽ ആരും ഇല്ലാന്ന് തോന്നും. കാരണം ഉള്ളിൽ എത്ര ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും പുറത്തേക്ക് കാണൂല. അപ്പൊ ഡേ ടൈമിൽ ഇപ്പൊ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവസി ഭയങ്കരമായിരിക്കും. അതെ, കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റേ ഉണ്ടാവില്ല. പകലൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ബെസ്റ്റ്. അടിപൊളിയാണ്. ഓക്കെ. പിന്നെ ഇവിടെ ടൈലിൻ്റെ നോക്കുകയാണെങ്കിൽ മേലെ താഴെ 6x4 ഇവിടെ 160/80 ആണ് ചെയ്തിട്ടുള്ളത്. അത് ഒരേ തീമാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ഞാൻ പിന്നെ ടൈലിൻ്റെ കച്ചവടം നമുക്ക് ആയതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഒരു ഇതില്ലേ, എന്താണ് നമ്മളൊരു ഇതിനെന്താ പറയുക, മറ്റേ ഊഞ്ഞാലല്ലേ, എന്താണ് അല്ലേ? ഊഞ്ഞാലല്ല, ഇതിനെന്തോ പറയുമോ ഇതിന് സ്പെഷ്യലായിട്ട്? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആട്ടുകട്ടില്. അതെ അതെ അതെ. അത് ശരി. ഓക്കെ ഓക്കെ. അത് ശരി. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാ? അത് ശരി. അത് ശരി. അത് ശരി ശരി. ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഞാൻ വേറെ സൂത്രം കൂടി കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുറേ സൂത്രങ്ങളുണ്ട് ഈ വീട്ടിൽ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുഷിഞ്ഞ ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹാങ് ചെയ്യാനുള്ള സംഗതികളാണിത്. ഇത് ഹാങ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സംഗതി ഇല്ലതായിട്ട് തന്നെ നമുക്ക് അറിയില്ല. അപ്പോൾ അതെ 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 അതെ. അല്ല പിന്നെ നല്ല റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും. ഓപ്പൺ ആയിട്ടായിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. എപ്പോഴും ഒരു വൃത്തിയായിട്ട് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ് കേട്ടോ. എന്നാൽ നമ്മൾ എന്താ വെച്ചാൽ സ്പേസ് തീരെ നമുക്ക് നഷ്ടപ്പെടണമില്ല. ഇവർ ഈ ഇൻറ്റീരിയർ ഇത് തീർത്തിട്ടുള്ളത് 5 മാസം കൊണ്ടാണ് ഇൻറ്റീരിയർ വരെ തീർത്തിട്ടുള്ളത്. ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 മാസം സമയം വരെ കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ട് 5 മാസം കൊണ്ട് തീർത്തു എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ 8 മാസം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം ആവണതാണ് സ്ഥിരം ഉണ്ടാവണത്. അത് ഒരു 5 മാസം കൊണ്ട് ഇത്രയും ഫിനിഷിങ്ങിൽ ഇവരത് എന്താ പറയുക വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും വരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇനി വേറെ എന്താണ്
മറ്റേ ഇപ്പം നമ്മൾ ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളെ KMTനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ സർവീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ഓക്കെ ഓക്കെ. അതെ 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 അതെ. പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു. കാരണം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ഒരു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു. അതെ 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 തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.